നൽകിയിട്ടുണ്ട്. ഇത് നോക്കൂ, ചേലക്കരയിലെ വലിയ സംഖ്യകളാണ്, വയനാട്ടിൽ അതിലും വലിയ സംഖ്യകളാണ്, പാലക്കാടാണ് നമ്മൾ ഇങ്ങനെ ഒരു ത്രില്ല് അടുപ്പിച്ച് ത്രില്ലൊക്കെ നിൽക്കുന്നത്. ഒരു വലിയ സംഖ്യ പറയട്ടെ, 1 ലക്ഷം എന്താണെന്നറിയോ? 1 ലക്ഷം കടന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട്. വയനാട്ടിൽ 1 ലക്ഷം ക്രോസ് ചെയ്യുന്നു. സത്യൻ മൊകേരി ആകെ ലഭിച്ച വോട്ട് 1 ലക്ഷം കടന്നു. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 2,86,478 ലക്ഷം തൊട്ടു. ആനിരാജ 2,83,000 വോട്ട് സമാഹരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അത്രയും എത്തില്ല. ഇത്തവണ എൽ ഡി എഫിന്റെ വോട്ടിംഗ് വളരെ ഇത് കുറഞ്ഞത്, അല്ലെങ്കിൽ പോൾ ചെയ്യാതെ പോയത് എൽ ഡി എഫിന്റെ വോട്ടാണെന്ന് ഈ കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. സുരേന്ദ്രൻ 1,41 ആയിരുന്നു. അത് രണ്ടും എൻ ഡി എ 1 ലക്ഷം തൊടില്ല. ഈ എൽ ഡി എഫിന്റെ വോട്ട് ടാലി ചരിത്രത്തിലെ ഏറ്റവും മോശം ആവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴത്തെ കണക്കുകളിൽ നിന്ന് കാണുന്നു. പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചപ്പോൾ കുറച്ചുകൂടി ബെറ്റർ പ്രകടനമാണ് എൽ ഡി എഫ് ലക്ഷ്യമിട്ടത്. പക്ഷെ ഒട്ടും പ്രവർത്തനം അവിടെ ഉണ്ടായില്ല. വളരെ മികച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സത്യൻ മൊകേരി. ഒരു മുതിർന്ന നേതാവാണ്, പക്ഷേ അദ്ദേഹം അർഹിക്കാത്ത ഒരു എന്താ പറയാ നമ്പറാണിത് എന്ന് പറയേണ്ടി വരും. ലീഗ് അപ്രമാദമുള്ള കോട്ടയിൽ വെല്ലുവിളി രമേശ് ഷാനവാസിനെ 14,000 വരെ ആ വ്യത്യാസം എത്തിച്ച സത്യൻ മൊകേരിയാണ്. പക്ഷേ പഴയ പോലെ അല്ല, കഥ അവിടെ മാറി. നമുക്ക് കാണാമായിരുന്നു പ്രിയങ്കയുടെ പ്രചാരണത്തിന് താഴെത്തട്ടിൽ വലിയ കാര്യമായ പ്രവർത്തനമൊന്നും നടന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. പക്ഷേ പ്രിയങ്കയുടെ റോഡ് ഷോയൊക്കെ കേന്ദ്രീകരിച്ചിരുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ, റോഡ് ഷോയിലൊക്കെ 80% സ്ത്രീകളായിരുന്നു തടിച്ചുകൂടിയത് എന്നത് വിവിധ ഇടങ്ങളിലെ ദൃശ്യങ്ങൾ തെളിവായുണ്ട്. ഏതായാലും പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കാത്തുവച്ചിട്ടുണ്ടായിരുന്നു. കാലയളവിൽ ഒന്ന് വന്നു പോയാൽ ലക്ഷങ്ങൾ ലീഡ് നിലയായും ഭൂരിപക്ഷവും കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ സ്വപ്നമാണത്, വയനാടാണ്. മാത്രമല്ല ഈ പ്രിയദർശിനിയുടെ പിന്മുറക്കാരി എന്നതിൻ്റെയൊക്കെ വലിയ ഒരു വൈകാരികത കൂടിയുണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ പൊളിറ്റിക്സിൽ അങ്ങനെ വൈകാരികത ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളുമായി വളരെ അടുത്ത് നിന്നൊരു കുടുംബത്തിൻ്റെ തുടർച്ചയാണ്. കുടുംബാധിപത്യം എന്നൊക്കെ പറയുമ്പോഴും ആളുകൾക്ക് വൈകാരികമാണ് എല്ലാം കൊണ്ടും ആ കുടുംബം എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ വൈകാരികമായ അടുപ്പമുണ്ട് ഈ കുടുംബവുമായി. സ്വാഭാവികമായ അതിൻ്റെ തുടർച്ച പ്രിയങ്ക ഗാന്ധിക്കും ചാർത്തി കൊടുക്കുന്നു. 1,215,000 സമാഹരിക്കുമ്പോൾ 2,90,000 തൊടാൻ പോകുന്നു ഭൂരിപക്ഷം. ലീഡ് നില മാത്രം 3,86,693 വോട്ടുകൾ പ്രിയങ്ക സ്വന്തം പോക്കറ്റിലാക്കി കഴിഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്. 3 ലക്ഷം തൊടാൻ പോവുകയാണ് വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം. 2,90,116 വലിയ സംഖ്യയാണ്. അപ്പോഴും പാലക്കാട്ടെ സസ്പെൻസ് ത്രില്ലർ തുടരുകയാണ്. രാഹുലിന്റെ ലീഡ് ഈ റൗണ്ടിൽ എത്ര, അത് വളരെ പ്രധാനമാണ്. ടോട്ടൽ ലീഡ് എത്ര വരും, ടോട്ടൽ ഭൂരിപക്ഷം എത്ര വരും എന്നതിൽ ഇവിടെ കഴിയും ബിജെപിയുടെ ഫൈറ്റ്. ബിജെപിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ വോട്ടെണ്ണലൊക്കെ പൂർത്തിയാവുകയാണ്. ഇനി ഒരുപക്ഷെ നേട്ടമുണ്ടാക്കുമെന്നൊക്കെ നേരത്തെ അവകാശപ്പെട്ടിരുന്ന മാത്തൂരിലും കണ്ണാടിയിലും ഒക്കെ അതുണ്ടാകാനുള്ള ഒരു സാധ്യതയും പാലക്കാട് നഗരസഭയിൽ ഇങ്ങനെ ഒരു വലിയ വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മൾ കാണുന്നതേയില്ല. ഈ റൗണ്ടിൽ കൃത്യമായ ഭൂരിപക്ഷത്തിന്റെ ഒരു സൂചന ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ബിജെപിയുടെ കേന്ദ്രങ്ങൾ കഴിഞ്ഞു. കോൺഗ്രസിനും ലീഗിനും യു ഡി എഫിനും വലിയ കെട്ടുറപ്പുള്ള എക്കാലത്തും എൽ ഡി എഫിനും എൻ ഡി എക്കും ലഭിക്കുന്നതിന്റെ ഇരട്ടി വോട്ട് സമ്മാനിക്കുന്ന പിരായിരിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നത്. പിരായിരിലെ ബൂത്തുകൾ ഫലസൂചനകൾ കൂടി പുറത്തു വരികയാണ്. ഏതാണ്ട് എൽ ഡി എഫും എൻ ഡി എയും കൂട്ടമായി സമാഹരിക്കുന്ന വോട്ടുകൾ ഒറ്റയ്ക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സമാഹരിച്ചിട്ടുള്ള ചരിത്രമുള്ള ഇടത്ത് 6,000-ലധികം വോട്ടിന്റെ ലീഡ് നില ഷാഫി പറമ്പിൽ പിടിച്ച ഇടത്ത് 1,412 ലീഡ് നിലയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു ചെല്ലുന്നത്. അവിടെ നിന്ന് കൊയ്തെടുക്കുന്നത് എത്രത്തോളം വലിയ ലീഡായിരിക്കുമോ, കോൺഗ്രസിന്റെ കോട്ടയിലേക്ക് മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ അതിക്രമിച്ചു കയറാൻ ഉണ്ടാകുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ. 1,547 ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 1,547 പൂർണ്ണമായും വന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 8ാം റൗണ്ടിൽ ഇതിൽ കൂടുതൽ വരും. കാരണം ഈ ആക്കര മേഖല യു ഡി എഫിന് വലിയ തോതിൽ വോട്ട് തരുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന മേഖലയാണ്. എൽ ഡി എഫിനും അവിടെ വോട്ടുണ്ടാവും. ഈ ആക്കര നെയ്ക്കാര തെരുവ് മേഖലയിൽ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വരേണ്ട സ്ഥലം അവിടെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇതിനേക്കാൾ കുറച്ച് 8ാം റൗണ്ട് വരുമ്പോൾ, 8ാം റൗണ്ടിന്റെ ഫൈനൽ കൗണ്ട് വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരിക്കും യു ഡി എഫിന്റെ വോട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരട്ടെ, അതിന്റെ കണക്ക് വരട്ടെ. ഗോകുല് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ടീ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും കൗണ്ടിങ്ങിന് ഇരുന്നോ ഗോകുൽ? 8ാം റൗണ്ട് വളരെ നിർണായകമാണ്. 8ാം റൗണ്ടിന്റെ വിവരം കിട്ടിയാൽ നമുക്ക് എങ്ങോട്ട് ഭൂരിപക്ഷം എന്ന് പറയാമായിരുന്നു. തീർച്ചയായും അതായത് 8ാം റൗണ്ടിന്റെ കൗണ്ടിങ് കഴിഞ്ഞുകൊണ്ട് അതിന്റെ കണക്കുകൾ ലഭ്യമാകും. ഏതായാലും വലിയൊരു മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ കണക്കുകൾ ഉടൻ തന്നെ ലഭ്യമാകും. ഏതായാലും 8ാം റൗണ്ടിലും യു ഡി എഫിന്റെ നേട്ടം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടീ ബ്രേക്ക് കഴിഞ്ഞു വോട്ടെണ്ണൽ 8ാം റൗണ്ടിൽ ഗോകുലടുത്ത തവണ വരുമ്പോൾ ഏതായാലും ആദ്യമായിട്ടാണ് പാലക്കാട് ഒരു സ്ഥാനാർത്ഥി 1,500 മുകളിൽ ലീഡ് പിടിക്കുന്നത്. 1,200 രാഹുലിന്റെ പേരിൽ തന്നെയായിരുന്നു. 1,547 ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. ഇനി ലീഡ് നില കൂടുകയുള്ളൂ. ഇനി അതിന്റെ വിവരങ്ങളാണ് നമുക്ക് ആവശ്യം. 1,547 എന്ന വിവരമാണ് ഇപ്പോൾ കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് വരുന്നത്.
ഔദ്യോഗികമായി അതിന്റെ ഫൈനൽ ടാലി വരേണ്ടതുണ്ട്. 1547 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുകയാണ് പാലക്കാട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. 8ാം റൗണ്ട് ബിഗ് ബസാർ, യാക്കര, നെയ്ക്കാരത്തെരുവ് അടക്കമുള്ള മേഖലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 178 വോട്ടിനായിരുന്നു UDF ലീഡ് ചെയ്ത്. ആ ബൂത്തിൽ മാത്രമാണ്, ആ റൗണ്ടിൽ മാത്രമാണ് 178 വോട്ടിനായിരുന്നു ഈ റൗണ്ടിൽ, 8ാം റൗണ്ടിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്ത്. ഇക്കുറി ആ ലീഡ് ഉയർത്തിയോ? എത്രയായി ഉയർത്തി? അതോ അവിടെ ഉയർത്താൻ കഴിഞ്ഞില്ലേ? അറിയണം. അല്പസമയത്തിനകം അറിയാമെങ്കിലും ഭൂരിപക്ഷത്തിൽ അല്പം വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. 1547 എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് നില.